പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈ സൂമിലായിരിക്കാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ സാമുട്ടി പാസ്റ്റർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ ബിനു വർഗീസ് പാസ്റ്ററെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ടും കർത്താവിന് നന്ദി പറയുന്നു. വളരെ ഈ മീറ്റിങ്ങിൽ, ഈ ഒരു മിനിസ്ട്രിയിൽ വളരെ ആത്മാർത്ഥതയോടെ താൻ ചെയ്യുന്ന എല്ലാ സേവനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ, വളരെ ദാഹത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാം ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഒരു വാക്കുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് കയറുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്നു പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കരുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് വരെ ഞങ്ങളെ നടത്തിയ എല്ലാറ്റിനായിട്ടും, എല്ലാ സ്നേഹത്തിനായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് അങ്ങയുടെ വലിയ സാന്നിധ്യം ഈ മീറ്റിങ്ങിലൂടെ കർത്താവ് ഞങ്ങളുടെ മേലേക്ക് അയക്കണം. കർത്താവ് ഞങ്ങൾക്ക് പുതിയ ജീവൻ നൽകി തരണം. മുൻപോട്ട് കയറാനുള്ള ബലം കർത്താവ് ഞങ്ങൾക്ക് നൽകി തരണം. ഞങ്ങളെ ശക്തീകരിക്കണം. കർത്താവെ, കർത്താവിന്റെ വലിയ സ്നേഹത്താൽ എല്ലാവരെയും കർത്താവ് പൊതിയണം. അഭിഷേകത്തിൽ നിറയ്ക്കണം. വചനത്തിന്റെ വാതിലുകൾ തുറക്കണം. കൃപാവരത്തിന്റെ ഡോറുകൾ തുറക്കണം. എന്തൊക്കെ കർത്താവിന് ഇതിനകത്തൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് മുഴുവൻ ചെയ്യുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നാവിനെ, ഞങ്ങളുടെ ശബ്ദത്തെ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് ദൈവ ഇടപെടണം. ആഴത്തിൽ കർത്താവ് സംസാരിക്കണം. സൗഖ്യങ്ങളെ അയക്കണം, വിടുതലുകളെ അയക്കണം, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുമഹത്വവും മുഴു പുകഴ്ചയും മുഴു ആരാധനയും ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നു. കർത്താവെ, അന്തരീക്ഷത്തെ കർത്താവ് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. അതിലുപരി ദാഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കാനുള്ളൊരു മനസ്സോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളോട് ഇടപെടും. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയല്ലോ കർത്താവിന്റെ ദാസൻ. സ്തോത്രം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ദൈവവചനത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. റോമാലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അതിനകത്ത് 2-ാമത്തെ വാക്യമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം. ദൈവത്തിന്റെ ഹിതം. നമ്മള് കർത്താവായ യേശുവിനെ കണ്ടുമുട്ടി കർത്താവിന്റെ സ്നേഹത്തെ നമ്മൾ അറിഞ്ഞവരാണ്. നമ്മള് ദൈവത്തിന്റെ ഹിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതിയിൽ ചർച്ചുമായിട്ട് കണക്ട് ചെയ്ത് ദൈവസ്നേഹത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്ന ഈ ദൈവപദ്ധതിക്കകത്ത്, അല്ലെങ്കിൽ ഈ ദൈവഹിതത്തിനകത്ത് പ്രധാനപ്പെട്ട 3 ലെവലുകൾ, അല്ലെങ്കിൽ 3 അവസ്ഥകൾ ഈ ദൈവഹിതത്തിനകത്തുണ്ട്. സ്തോത്രം. ഇപ്പൊ നമ്മളൊരു കെട്ടിടത്തിലോട്ട് കയറുവാൻ വേണ്ടി ചില സ്റ്റെപ്പുകൾ കയറുന്നത് പോലെ ദൈവഹിതത്തിൽ പ്രധാനമായിട്ടും 3 തലങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ തലമാണ് നന്മ, 2 പ്രസാദം, 3 പൂർണ്ണത. സ്തോത്രം. ഇത് 3ഉം ദൈവഹിതത്തിനകത്തുള്ള പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പുകളാണ്. സ്തോത്രം.
ഒരു മനുഷ്യൻ ദൈവത്തിന്റെ പദ്ധതിയിലോട്ട്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലോട്ട്, അല്ലെങ്കിൽ ദൈവസഭയുമായിട്ട്, ദൈവഹിതവുമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അവന്റെ ജീവിതത്തിൽ പ്രാരംഭമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് നന്മയുടെ കാലഘട്ടം. സ്തോത്രം. അല്ലെങ്കിൽ നന്മയുടെ സ്റ്റെപ്പ് എന്ന് പറയും. പ്രൈസ് ഗോഡ്. നന്മയുടെ സ്റ്റെപ്പ് എല്ലാ വ്യക്തികളുടെ ലൈഫിനകത്ത് അങ്ങനെയുണ്ട്. സ്തോത്രം. അത് നമ്മളെ പണിതെടുക്കുന്ന ഒരു കാലഘട്ടമാണ്, നമ്മളെ രൂപീകരിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമാണ് നന്മയുടെ കാലം എന്ന് പറയുന്നത്. സ്തോത്രം. നമുക്കറിയാം, മോസസിന്റെ ലൈഫിനകത്ത് ഏകദേശം 40 വർഷം ആ മനുഷ്യനെ ദൈവം പണിതെടുക്കുന്നത് കാണാൻ പറ്റും. സ്തോത്രം. വളരെ കോപിയായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്തോത്രം. ആ മനുഷ്യനെ 40 വർഷം ദൈവം കടത്തിവിട്ട് അദ്ദേഹത്തെ പണിതെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. ദൈവം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, മോശയെ പോലെ സൗമ്യനായ ഒരു വ്യക്തി ഭൂമിയിൽ ഇല്ല. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ആ നന്മയുടെ കാലഘട്ടത്തിൽ ദൈവം അദ്ദേഹത്തിന്റെ ലൈഫിനെ തിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. ജോസഫിന്റെ ലൈഫിനകത്തും നമുക്കറിയാം നന്മയുടെ ഒരു കാലഘട്ടം നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കാലഘട്ടത്തിലൂടെ പോകാതെ ജോസഫ് നേരെ മന്ത്രി കസേരയിലേക്ക് കയറിയിരുന്നെങ്കിൽ അവൻ തൻ്റെ സഹോദരങ്ങളോട് പ്രതികാരം ചെയ്യുമായിരുന്നു. സ്തോത്രം. എന്നാൽ നീണ്ട വർഷങ്ങളുടെ യാത്രയ്ക്കൊടുവിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ലൈഫ് മുഴുവൻ മാറി. അദ്ദേഹം തൻ്റെ സഹോദരങ്ങളെ കാണുമ്പോൾ പറയുകയാണ്, സഹോദരങ്ങളെ, നിങ്ങളല്ല എന്നെ, സ്തോത്രം, നിങ്ങളല്ല എന്നെ ഇവിടെ എത്തിച്ചത്, മറിച്ച് നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ എത്തിച്ചു എന്ന് പറയത്തക്കവണ്ണം അദ്ദേഹത്തിന്റെ ലൈഫിനെ ദൈവം മാറ്റിയെടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നുപോയതുകൊണ്ടാണ്. സ്തോത്രം. അപ്പം നമ്മുടെ എല്ലാ ലൈഫിനകത്ത് നമ്മളെ പണിതെടുക്കുന്ന ഒരു നന്മയുടെ കാലഘട്ടമുണ്ട്. സ്തോത്രം. ആ കാലഘട്ടത്തിലൂടെ എല്ലാ വ്യക്തികളും കടന്നുപോയേ പറ്റത്തുള്ളൂ. അതൊരു നന്മയുടെ കാലമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആ കാലഘട്ടത്തിൽ എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് വ്യാപരിക്കുന്നത്. സ്തോത്രം. തിന്മ പോലും നന്മയായി തിരിയും. സ്തോത്രം. തീച്ചൂളകൾ പോലും നന്മയായി തിരിയും. സ്തോത്രം. കാരണം ദൈവരാജ്യത്തിനകത്ത് പരാജയമില്ല, ദൈവരാജ്യത്തിനകത്ത് തോൽവിയില്ല. ദൈവരാജ്യത്തിനകത്ത് ഇന്ന് തോൽവിയുടെ കടന്നു പോകുന്നതെങ്കിൽ ആ തോൽവികൾ നാളത്തെ ജയങ്ങളാക്കി ദൈവം മാറ്റും. കൈകൾ ഉയർത്തി ദൈവത്തിന് ഒരു ആരാധന കൊടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അൽമന ഷകത്തൽ വൈഡിബി കമന ഘടക സന്തനാജനാദന. അമേൻ. സ്തോത്രം. അപ്പൊ നമ്മെ പണിതെടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് നന്മയുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലൂടെ ദൈവം നമ്മെ കടത്തിവിടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ നന്മയുടെ കാലഘട്ടം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം അവസാനിക്കത്തില്ല. നന്മയുടെ കാലത്തിലൂടെ കടന്ന് ആ വ്യക്തി അടുത്തൊരു മേഖലയിലേക്ക് പ്രവേശിക്കും. ആ പ്രവേശിക്കുന്ന തലത്തിന്റെ പേരാണ് പ്രസാദകാലം. സ്തോത്രം. പ്രസാദം. പ്രൈസ് ഗോഡ്. ആമേൻ. അത് ദൈവഹിതത്തിനകത്തെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്, രണ്ടാമത്തെ തലമാണ്. പ്രസാദകാലം വെളിപ്പെട്ടു വരും. സ്തോത്രം. ആമേൻ. നമുക്കറിയാം, നമ്മുടെ യേശു കർത്താവ് 30 വയസ്സ് വരെ തൻ്റെ നന്മയുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയി, പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. സ്തോത്രം. മിസ്രൈമിന്റെ അവസ്ഥയിലൂടെ പല സാഹചര്യത്തിലൂടെ കടന്നുപോയി. എന്നാൽ 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റു കഴിഞ്ഞ് തൻ്റെ പ്രസാദ കാലത്തിലോട്ട് താൻ കയറുന്ന സമയത്ത് സ്വർഗസ്ഥനായ പിതാവ് ആ യേശുവിനെ വെളിപ്പെടുത്തുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ പ്രസാദകാലം ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് തുടങ്ങുമ്പോൾ, പ്രസാദകാലം ആരംഭിക്കുമ്പോൾ അവനെ മനുഷ്യനല്ല വെളിപ്പെടുത്താൻ തുടങ്ങുന്നത്. സ്തോത്രം. ദൈവം തന്നെ ദൈവം തന്നെ ആ വ്യക്തിയെ വെളിപ്പെടുത്താൻ തുടങ്ങും. സ്തോത്രം. ആമേൻ. ഞാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. സ്തോത്രം. മനുഷ്യനല്ല,
പ്രസാദ കാലഘട്ടം ചേഞ്ച് ആകുമ്പോൾ ദൈവം തന്നെ നമ്മെ വെളിപ്പെടുത്താൻ തുടങ്ങും. ദൈവം തന്നെ നമ്മളെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങും. ദൈവം തന്നെ നമ്മളെ ശക്തീകരിക്കുവാൻ തുടങ്ങും. ആ ഒരു വാക്ക് കർത്താവ് ആരോടോ പ്രവചിക്കുന്നു. കർത്താവ് തന്നെ, ദൈവം തന്നെ, ആർക്കും മഹത്വമില്ലാതെ ദൈവം തന്നെ നമ്മെ വെളിപ്പെടുത്തുന്ന ഒരു കാലഘട്ടം പരിശുദ്ധാത്മാവ് തുറക്കും. ഉടവർത്തന ഘടക ജനാദന ഏറ്റെടുത്ത് കർത്താവിനെ ഒന്ന് മഹത്വം കൊടുത്താട്ടെ. അൽമന ശകതൽ പ്രൈഡിമിനി ഘടക. ഇതിനകത്ത് കർത്താവ് ചിലരെ വെളിപ്പെടുത്താൻ പോവുകയാണ്. കർത്താവ് ചിലരെ പ്രസിദ്ധമാക്കാൻ പോവുകയാണ്. കർത്താവ് ചിലരെ ചലനമാക്കി മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. അതൊരു പ്രസാദ കാലഘട്ടം എത്തുമ്പോൾ ദൈവം തന്നെ നമ്മെ വെളിപ്പെടുത്താൻ തുടങ്ങും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ സാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ വെളിപ്പെടുത്തുന്നത് കാണാൻ പറ്റും. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, പ്രസാദകാലത്ത് ഞാൻ ഉത്തരം വരണം, രക്ഷാ ദിവസത്തിൽ ഞാൻ സഹായിക്കും. സ്തോത്രം എന്ന് പറഞ്ഞാൽ പ്രസാദകാലം എത്തുമ്പോൾ ഉത്തരങ്ങൾ ലഭിക്കാൻ തുടങ്ങും, മറുപടികൾ വരാൻ തുടങ്ങും. നന്മയുടെ കാലഘട്ടത്തിൽ പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി ലഭിച്ചില്ലെന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടല്ലേ. സ്തോത്രം, സ്തോത്രം. ഇന്നലകളിൽ നന്മയുടെ കാലഘട്ടത്തിൽ കരഞ്ഞതും നിലവിളിച്ചതും പ്രാർത്ഥിച്ചതുമായ സകല വിഷയത്തിന്റെ മറുപടി ഇറങ്ങി വരുന്നത് പ്രസാദ കാലഘട്ടത്തിലാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ ചില വിഷയത്തിനൊന്നും മറുപടി കിട്ടാത്തതിന്റെ കാര്യം കാലഘട്ടത്തിന്റെ വ്യത്യാസമാണ്. കാലഘട്ടം തുറക്കാൻ തുടങ്ങിയാൽ മറുപടികൾ വെളിപ്പെടാൻ തുടങ്ങും. ആർക്കും മറുപടികളെ തടയാൻ പറ്റത്തില്ല. രാത്രി മുഴുവൻ സ്തോത്രം അധ്വാനിച്ചിട്ടും ശീമോൻ ഒന്നും കിട്ടിയില്ല. സ്തോത്രം. എന്നാൽ കുറച്ചുകൂടെ ഒരു ആഴത്തിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടം അവന്റെ വലയ്ക്കകത്ത് അകപ്പെട്ടു. സ്തോത്രം. ആത്മതലത്തിൽ ഒരു കാലഘട്ടത്തിലോട്ട് ചെന്ന് കഴിയുമ്പോൾ, അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ, സ്തോത്രം, ഇന്നലകളിൽ ലഭിക്കാതെ പോയ പലതും നമ്മുടെ വലയ്ക്കകത്ത് വന്ന് അകപ്പെടും. എത്ര പേർ ആത്മാവിൽ ആ ദൂതിനെ ഏറ്റെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റും? അൽമന ശകതൽ പ്രൈഡിമിനി ഘടക ജനാദികൾ കമന ഘടക. വിശ്വസിക്കുന്നവരുടെ മേൽ ഭയങ്കര ദൈവശക്തി ഇറങ്ങട്ടെ, ഭയങ്കര ദൈവമഹത്വം ഇറങ്ങട്ടെ. ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു, പല പ്രാർത്ഥനകൾക്കും മറുപടികൾ വരുന്നു. പല പ്രാർത്ഥനകൾക്കും മറുപടി വരുന്ന ഒരു സീസൺ ദൈവം തുറക്കാൻ പോവുകയാണ്. സീസൺ തുറക്കാൻ പോവുകയാണ്. ഞെരുങ്ങിയതിന് മറുപടി വരും, ഉള്ളിൽ ആളിയതിനും മറുപടി വരും, നിലവിളിച്ചതിന് മറുപടി വരും. സ്തോത്രം. ആരും കേൾക്കാതെ തലവണയെടുത്ത് പൊത്തി പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി വരുന്ന ഒരു സീസൺ ദൈവം തുറക്കാൻ പോവുകയാണെന്ന് ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഏറ്റെടുത്ത് ആത്മാവിൽ കൈകൾ അടിച്ചോ, വായികൾ തുറന്നോ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഉടാരാബാല ഹദന ഘടക ജനാദന അൽമന ഘടക ജനാദന ഘടക ചുടാവൽ പൈഡിമിനി ഘടക ജനാദന. ചില മറുപടികൾ ചില വീടുകളിൽ ഇറങ്ങി വരുന്നു. ചില തലമുറകളുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടും മാറ്റമുണ്ടാകാതെ കിടക്കുന്ന ചില തലമുറകളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളെ സ്വർഗത്തിലെ ദൈവം കയ്യിലെടുക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്. ചില തലമുറകളുടെ ബുദ്ധി തലങ്ങൾ തിരിയാൻ പോവുകയാണ്. ചില തലമുറയുടെ ചിന്താ മണ്ഡലത്തിൽ കുടിയിരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ കർത്താവ് ഇന്ന് പകൽ പൊട്ടിച്ചു കളയുന്നു. ഉടാരാബാല ഹദന ഘടക ജനാദികൾ കമന ഘടക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനം പറയുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി ചില വീടുകളിലേക്ക് ഇറങ്ങട്ടെ, ചില വീടുകളിലേക്ക് ഇറങ്ങട്ടെ, ചില വീടുകളിലേക്ക് ഇറങ്ങട്ടെ. ആഡാമ ഹണ്ടൽ പൈഡിമിനി ഘടക ജനാദന. ആമേൻ, 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 ആമേൻ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ജീസസ്. ആമേൻ, സ്തോത്രം. മറുപടികൾ വരാത്ത പല വിഷയത്തിനും മറുപടി വരുന്ന ഒരു കാലഘട്ടമാണ് പ്രസാദ കാലഘട്ടം. അതുകൊണ്ടാണ് പറയുന്നത്, പ്രസാദ കാലത്തിൽ ഞാൻ നിനക്ക് ഉത്തരം അരുളും, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. സ്തോത്രം. ദൈവത്തിന്റെ സഹായങ്ങൾ ലഭിക്കുന്ന കാലഘട്ടമാണത്. സ്തോത്രം. ആമേൻ. ഞാൻ എൻ്റെ ലൈഫിനകത്ത് ഈ കട്ടപ്പനയിൽ വന്ന് ഒത്തിരി പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. സ്തോത്രം. എനിക്കുള്ളതെല്ലാം വിറ്റ് ഒക്കെയാണ് ദൈവം തന്ന ഈ ദർശനത്തിലോട്ട് വന്നത്. പ്രൈസ് ഗോഡ്.
ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ആ സമയത്തൊക്കെ പലതിനും ഉത്തരം കിട്ടിയില്ല, പല ചോദ്യങ്ങൾക്കും. സ്തോത്രം. കർത്താവ് പറഞ്ഞിട്ടാണല്ലോ ഈ ഒരു സ്റ്റെപ്പ് വെച്ചത്, കർത്താവിന്റെ ശബ്ദം കേട്ടാണല്ലോ ഈ ഒരു സ്റ്റെപ്പ് വെച്ചത്. പക്ഷെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന സമയത്ത് പലതിനും ഉത്തരം കിട്ടിയില്ല. സ്തോത്രം. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഇടപെടലുകൾ നടക്കാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. ചലനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. സ്തോത്രം. ആമേൻ. ഒന്നും ഒരു ആത്മാക്കൾ പോലും ഇല്ലാതെ ഞാനും കുടുംബവും ദൈവത്തിന്റെ ശബ്ദം കേട്ട് കട്ടപ്പനയിൽ വന്ന് ഒരു വർക്ക് ആരംഭിച്ചതാണ്. പ്രൈസ് ഗോഡ്. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ആളുകളെ അയക്കാൻ തുടങ്ങി. പുതിയ പുതിയ ആളുകൾ രക്ഷിക്കപ്പെട്ട് ആലയത്തിലോട്ട് കടന്നു വരാൻ തുടങ്ങി. സ്തോത്രം. ആമേൻ. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥിച്ച സമയത്തൊന്നും മറുപടികൾ ഉണ്ടായിട്ടില്ല. സ്തോത്രം. എന്നാൽ ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ മറുപടി വരാൻ തുടങ്ങി. വിളിക്കാതെ ആളുകൾ, സുവിശേഷം അറിയിക്കാതെ ആളുകൾ ചർച്ചിലോട്ട് കയറി വരാൻ തുടങ്ങുന്നു. കൈകൾ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, മുകളിലോട്ട് പോയ പ്രാർത്ഥനകൾക്ക് മറുപടി വരാതിരിക്കത്തില്ല. സ്തോത്രം. ആമേൻ. മറുപടി വരും, മറുപടി വരും. സ്തോത്രം. സ്തോത്രം. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഒരു വിഷയത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉത്തരങ്ങൾ വെളിപ്പെട്ടു വരും, ഉത്തരങ്ങൾ വെളിപ്പെട്ടു വരും. ഭയങ്കര ചലനമായി മാറാൻ പോവുകയാണ്. ദൈവസഭകളുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ചില അഭിഷക്തന്മാരുടെ ലൈഫിൽ ഭയങ്കര ചലനമുണ്ടാകാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുകയാണ്. ഏറ്റെടുത്ത ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. റൈഷ്മനാദികൾ കമന ഘടകജനാദന. ജീസസ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ കാലഘട്ടങ്ങളുണ്ട്. ഒരു മീറ്റിംഗ് നടത്താൻ പറ്റാതിരുന്ന കാലഘട്ടമുണ്ട്. സ്തോത്രം. എങ്ങനെ ഒരു മീറ്റിംഗ് നടത്തും, എങ്ങനെ ഒരു പ്രാർത്ഥന നടത്തും എന്ന് ചിന്തിച്ച കാലഘട്ടമുണ്ട്. കാരണം എങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സമ്പത്തിന്റെ വഴികൾ തുറക്കുന്നില്ല. സ്തോത്രം. ആമേൻ. സ്തോത്രം. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു വെളിപ്പാട് നൽകി തന്നു. ദൈവവചനത്തെ പ്രഖ്യാപിക്കുക. സ്തോത്രം. അത് ദൈവവചനത്തെ 10ഉം 20ഉം വചനങ്ങൾ വീടിനകത്തും ചർച്ചിനകത്തും പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം ഒരു സീസൺ തുറന്നു. സ്തോത്രം. ഇന്നെല്ലാം അഡ്വാൻസ് ആണ് എൻ്റെ ലൈഫിനകത്ത് നടക്കുന്നത്. സ്തോത്രം. ആമേൻ. ഒരു സമയത്ത് സാമ്പത്തിക വിഷയത്തിന് വേണ്ടി ഭാരപ്പെട്ടിരുന്നപ്പോൾ ഇപ്പോൾ എല്ലാം അഡ്വാൻസ് ആയിട്ട് ചെയ്യുവാൻ ദൈവം വഴികൾ തുറക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. എല്ലാം അഡ്വാൻസ് ആയിട്ട്, എല്ലാം മുമ്പേ ചെയ്യുവാൻ ദൈവം വഴികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാവിൽ പറയുന്നത് കാലഘട്ടത്തിന്റെ വ്യത്യാസമാണ്. ഒരു സമയത്ത് സ്തോത്രം എന്താണ് കർത്താവ് എന്ന് ചോദിച്ച സമയങ്ങളുണ്ട്. പക്ഷേ ദൈവം നമ്മെ ഉരുവാക്കുകയാണ്. സ്തോത്രം. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കും. ചിലരുടെ ലൈഫിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുന്നു, നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു പ്രസാദകാലം ആരംഭിക്കാൻ പോവുകയാണ്. എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കേണ്ട ആവശ്യമില്ല. ഈ സന്ദേശം നിങ്ങളെ തേടി ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, കാലഘട്ടം ചേഞ്ച് ആകാൻ പോവുക, കാലഘട്ടം ചേഞ്ച് ആകാൻ പോവുക. ഒരു പ്രസാദ കാലത്തിലോട്ട് ദൈവം നിങ്ങളെ കയറ്റിക്കൊണ്ട് വരാൻ പോവുകയാണ്. ഏറ്റെടുത്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ദൈവം അത് ചെയ്യട്ടെ, ദൈവം അത് ചെയ്യട്ടെ. പ്രസാദ കാലഘട്ടം കൊണ്ടും നമ്മുടെ ലൈഫ് അവസാനിക്കത്തില്ല. അടുത്തത് ഒരു പൂർണ്ണത, ദൈവഹിതത്തിന്റെ പൂർണ്ണത. സ്തോത്രം. പൂർണ്ണതയിലെത്തും. ഒരു പുഷ്പം അത് മൊട്ടായി നിൽക്കുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട്, അത് പൂർണ്ണമായി വിരിയുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട്. സ്തോത്രം. ജോസേഫ് മന്ത്രി കസേരയിലേക്ക് വന്നതുപോലെ, സ്തോത്രം. ആമേൻ, കർത്താവ് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരു പൂർണ്ണത, ഒരു ഉയർപ്പിന്റെ ഒരു പൂർണ്ണത നമ്മുടെ ലൈഫിനകത്തുണ്ടാകും. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പറയുന്നത് പോലെ ഒരു പൂർണ്ണത ദൈവഹിതത്തിനകത്തുണ്ട്. സ്തോത്രം. എത്ര പേര് ആത്മാവിൽ ആ ദൂതനെ ഒന്ന് ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ദൈവഹിതത്തിനകത്ത് നന്മയുണ്ട്, ദൈവഹിതത്തിനകത്ത് പ്രസാദമുണ്ട്, ദൈവഹിതത്തിനകത്ത് പൂർണ്ണതയുണ്ട്. സ്തോത്രം. ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് നാം എടുക്കേണ്ട ചില കാര്യങ്ങളാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് ആ മേഖല തൊടട്ടെ, കർത്താവ് ആ മേഖല സ്പർശിക്കട്ടെ. സ്തോത്രം. ചിലർ നന്മയുടെ കാലഘട്ടം എത്തും, ചിലർ പ്രസാദ കാലം എത്തും, ചിലർ പൂർണ്ണതയിലോട്ട് കയറും. സ്തോത്രം. നമ്മൾ
പൂർണ്ണത പ്രാപിക്കുന്ന ഒരു തലമുറയായിട്ട് മാറണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർണ്ണതയിലോട്ട് നമുക്ക് കയറാൻ പറ്റുന്നത്? സ്തോത്രം. ആമേൻ. ദൈവം ചില വചനങ്ങൾ എൻ്റെ ലൈഫിനകത്ത് ദൈവം തുറക്കുന്ന ചില വചനങ്ങളാണ് എനിക്ക് വീറും വാശിയും മുൻപോട്ട് പോകാനുള്ള കരുത്തും നൽകി തരുന്നത്. പ്രൈസ് ഗോഡ്. ആമേൻ. എങ്ങനെയാണ് അതിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്? സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം നമുക്കൊന്ന് എടുക്കാം. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. ആമേൻ. മറിയം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ മകൾ, സ്തോത്രം, ആ മകളുടെ അടുക്കൽ ഒരു ദൂതൻ ഇറങ്ങി വരികയാണ്. ദൂതൻ ഇറങ്ങി വന്നിട്ട് തൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന വലിയ പദ്ധതികളെ കുറിച്ച് ആ മകളെ അറിയിക്കുകയാണ്. സ്തോത്രം. സ്തോത്രം. അവൻ ദൈവപുത്രനെ കുറിച്ച് അറിയിക്കുകയാണ്. ഞാനത് ചുരുക്കി പറയുകയാണ്. സ്തോത്രം. കർത്താവിന്റെ രാജത്വത്തിന് അവസാനം ഉണ്ടാകത്തില്ല, വലിയവനാകും, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്നൊക്കെയുള്ള വലിയ പ്രോമിസുകൾ കൊടുക്കുകയാണ്. മറിയത്തിന് ഒരിക്കലും ചിന്തിക്കാനോ ഊഹിക്കുവാനോ പറ്റാത്ത ചില വാഗ്ദത്തങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ ദൈവം പറയുന്നതൊക്കെ അങ്ങനെയാണ്. ദൈവം പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വാഗ്ദത്തങ്ങളാണ് ദൈവം പറയുന്നത്. സ്തോത്രം. ആമേൻ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കുന്ന സമയത്ത്, അന്ന് ഉഴപ്പി നടക്കുന്ന സമയം, ദൈവത്തെ മറന്ന് നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിനകത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചർച്ചിനകത്ത് എൻ്റെ ഉള്ളിൽ ഒരു ദിവസം പോയി കയറണമെന്ന് തോന്നി. ഞാൻ അവിടെ പോയി കയറി, ആ ചർച്ചിൽ പോയി കയറി. അവിടുത്തെ വിശ്വാസികൾ നല്ലവരായതുകൊണ്ട് എന്നെ തള്ളി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി. സ്തോത്രം. രണ്ടാമത്തെ നിരയിൽ കൊണ്ടുവന്ന് എന്നെ ഇരുത്തി. അന്നൊരു പ്രവാചകൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രവാചകൻ, +2 പഠിക്കുന്ന ഒരു പ്രവാചകൻ. സ്തോത്രം. അദ്ദേഹം അന്ന് പ്രസംഗിച്ച വചനം ഈ ശീമോനെയും യോഹന്നാനെയൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ അനുഗമിക്കുവിൻ എന്ന് പറയുന്ന ഒരു വചനം എടുത്തിട്ട് അദ്ദേഹം നേരെ എൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ കർത്താവിനെ അനുഗമിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. നീ അങ്ങനെ അനുഗമിച്ചാൽ ദൈവം നിന്നെ ഉപയോഗിക്കും. പല രാജ്യങ്ങളിൽ ദൈവം നിന്നെ കൊണ്ടുപോകും, പല ദേശങ്ങളിൽ ദൈവം നിന്നെ കൊണ്ടുപോകും. അന്ന് ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ നടക്കുന്ന എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത, ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വാഗ്ദത്തങ്ങളാണ് ദൈവം എന്നോട് പറഞ്ഞത്. സ്തോത്രം. ആമേൻ. എനിക്കതൊരിക്കലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ലൈഫും ആ വാഗ്ദത്വവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. സ്തോത്രം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത്. പക്ഷെ അന്നത്തെ ആ ദൂതന്റെ മേൽ വരികയും എൻ്റെ ലൈഫിന് ചില ചേഞ്ചസുകൾ ഉണ്ടായി. ആമേൻ. ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് നമ്മുടെ മേൽ വന്നാൽ ആ വേർഡ് വരുന്ന സമയം തൊട്ട് നമ്മളെ അതിനുവേണ്ടി ദൈവം ഒരുക്കാൻ തുടങ്ങും. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ. ഇന്നെനിക്കറിയാം, ദൈവം എന്നെ ആ വാഗ്ദത്തങ്ങളിൽ എത്തിക്കുകയാണ്. ആ വാഗ്ദത്തങ്ങളിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവത്വത്തിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇതുപോലെ മറിയത്തിനോട് പറയുകയാണ്, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം അവളോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ മറിയം ആ ദൂതിനെ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച് നിൽക്കുകയാണ്. വിസമ്മതിച്ച് നിൽക്കുമ്പോൾ ഒരു ദൂതനെ സംബന്ധിച്ചിടത്തോളം ദൂതന് ചില ടാർഗറ്റുകളുണ്ട് ഓരോ ദിവസവും. പ്രൈസ് ഗോഡ്. അവർക്കത് പൂർത്തിയാക്കിയിട്ട് പോയേ പറ്റത്തുള്ളൂ. കാരണം അടുത്ത പദ്ധതികൾ ദൂതനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ മറിയം ഈ ദൂതിന്റെ മുമ്പിൽ വിസമ്മതിച്ച് നിൽക്കുമ്പോൾ ഈ ദൂതിനെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഒരു ഇടപെടൽ അവളുടെ ലൈഫിനകത്ത് നടക്കുക. നിന്റെ ചർച്ചക്കാരത്തിയായ എലിസബത്ത്, അവൾക്ക് ഇത് 6-ാം മാസമാണ്. മച്ചിയാണെന്ന് പറഞ്ഞ എലിസബത്തിന് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ
എന്ന് ഒരു കാര്യം പറഞ്ഞു. സ്തോത്രം. ആമേൻ. ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് മുമ്പ് ചില വ്യക്തികളുടെ ലൈഫിനകത്ത് ദൈവം ഇടപെടുന്നതിന്റെ കാര്യം നാം ചില ദൂതുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. പ്രൈസ് ഗോഡ്. ചില ദൂതുകളൊക്കെ നമുക്ക് ഏറ്റെടുക്കാൻ പാടാ, ചില ദൂതുകളൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പാടാ. സ്തോത്രം. ദൈവത്തിന്റെ ദൂതുകളെ ഏറ്റെടുക്കാതെ നമ്മുടെ ലൈഫിനകത്ത് ചലനം ഉണ്ടാകത്തില്ല. സ്തോത്രം. ചില വ്യക്തികളെ നമുക്ക് മുമ്പിൽ ദൈവം ഉയർത്തുന്നത് നിന്റെ മേൽ വരാനുള്ള ഉയർച്ച അതിനേക്കാൾ വലുതാണ്. അതിനേക്കാൾ വലിയ പദ്ധതികളാണ് ദൈവത്തിന് ചെയ്തെടുക്കാനുള്ളത്. ആമേൻ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അത് കാണുമ്പോൾ നമ്മൾ അസൂയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് എന്റെ മേലുള്ള പദ്ധതി അതിനേക്കാൾ വലുതാണെന്ന് തിരിച്ചറിയുക. കൈകൾ ഉയർത്തി ദൈവത്തിന് ഒരു ആരാധന കൊടുത്താണ്. പ്രൈസ് ഗോഡ്. ആ ഒരു കാര്യം, അവളെ തൊടുന്നൊരു കാര്യം പറഞ്ഞപ്പം, സ്തോത്രം, അവളുമായി ബന്ധപ്പെടുന്നൊരു കാര്യം പറഞ്ഞപ്പോൾ, വലിയ ദൂതുകളൊന്നും പറഞ്ഞിട്ട് അവൾ സമർപ്പിച്ചില്ല കേട്ടോ. അവളുമായി കണക്ട് ചെയ്തൊരു ദൂത് അവളുടെ ലൈഫിനകത്തൊരു ഇടപെടൽ ഇറങ്ങി വന്നപ്പോൾ അവൾ പറയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. സ്തോത്രം. കണ്ടോ, ആ ദൂതിന്റെ മുമ്പിൽ അവളെ സമർപ്പിക്കുകയാണ്. സ്തോത്രം. എങ്ങനെ സമർപ്പിക്കുന്നു? വെറുതെ സമർപ്പിക്കുകയല്ല, കർത്താവിന്റെ ദാസിയെ പോലെ, ഒരു ദാസിയെ പോലെ, ഒരു അടിമയെ പോലെ ആ ദൂതിന്റെ മുമ്പിൽ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കൈകൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ദൈവഹിതത്തിന്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ, സ്തോത്രം, ഒരടിമയെ പോലെ ദൈവപദ്ധതിക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നവരിലൂടെ മാത്രമേ ദൈവപദ്ധതിയുടെ പൂർണ്ണത വെളിപ്പെടത്തുള്ളൂ. കൈകൾ ഉയർത്തി ആത്മാവിൽ ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നടത്തും, ദൈവം ഒരുക്കും. ഇന്ന് വരെയുള്ള സമർപ്പണത്തെക്കാൾ അധികമായൊരു സമർപ്പണത്തിലോട്ട് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകട്ടെ. ഓ ജീസസ്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ. അടുത്തൊരു വചനം മത്തായിയുടെ സുവിശേഷം ഒന്നെടുക്കാം. മത്തായിയുടെ സുവിശേഷം ഒന്നെടുക്കാം. അതിന്റെ 21-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യം. സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ, ഞാൻ വായിക്കാം. സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ഒരു മനുഷ്യന്റെ 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുദപിച്ച് അവൻ പോയി. രണ്ടാമത്തവന്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പ എന്ന് ഉത്തരം പറഞ്ഞു. പോയില്ല താൻ. സ്തോത്രം. ഇവരിൽ ആരാണ്, ഈ 2 പേരിൽ ആരാകുന്ന അപ്പന്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ. ആമേൻ. സ്തോത്രം. ഒരപ്പൻ തന്റെ 2 മക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക്. ഒന്നാമത്തവൻ പറഞ്ഞു, ഞാൻ പോകത്തില്ലെന്ന് തീർത്തു പറഞ്ഞു. സ്തോത്രം. പിന്നത്തേതിൽ അവൻ അനുദമിച്ചു പോയി. സ്തോത്രം. രണ്ടാമത്തവന്റെ അടുത്ത് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഞാൻ പോവാന്ന് പറഞ്ഞു. അവൻ പോയില്ലതാണ്. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ ഹൃദയത്തിന് മാറ്റം വരുത്തുവാൻ, ലൈഫിന് മാറ്റം വരുത്തുവാൻ തയ്യാറുള്ള വ്യക്തിയിലൂടെ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആകണം. നമ്മുടെ ജീവിത രീതികൾക്ക് മാറ്റം വരണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ലൈഫിനെ ഓർഡർ ചെയ്യണം. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുകയാണ്. സ്തോത്രം. കർത്താവിന്റെ വലിയ പദ്ധതിക്ക് വേണ്ടി അവനെ തന്നെ അവൻ ഒരുക്കുകയാണ്. ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവൻ ഒരുക്കുകയാണ് അവനെ തന്നെ. സ്തോത്രം. അവൻ ഒരു വലിയ ദൈവപദ്ധതിക്ക് വേണ്ടി സ്തുതികൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. പുതിയ സ്തുതി ഒരുക്കി ഒരു ദൈവപദ്ധതിക്ക് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. സ്തുതികൾ ഒരുക്കി കാത്തിരിക്കുന്നു. സ്തോത്രം. അവൻ അതിനുവേണ്ടി ഒരു സ്ഥലത്തെ, ഒരു ദൈവപദ്ധതിക്ക് വേണ്ടി ഒരു സിയോൻ കോട്ട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ അവൻ ഒരുക്കിയിരിക്കുകയാണ് ദൈവത്തിന് വേണ്ടി. അവനൊരു വലിയ സൈന്യത്തെ ദൈവത്തിന് വേണ്ടി ഒരുക്കി. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആലയം പണിയുവാൻ വേണ്ടി ഒരു തലമുറയെ അവൻ ഒരുക്കി വച്ചിരിക്കുകയാണ്. ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയുന്നു,
വലിയൊരു പ്രിപ്പറേഷനിലോട്ട്, വലിയൊരു ഒരുക്കത്തിലോട്ട് ഈ തലമുറയിൽ നമ്മൾ കയറുവാൻ തയ്യാറാകും. കൂടാരാപാല ഹതനഘടകജനാഥൻ ലൈഫിനെ മുഴുവൻ ഓർഡർ ചെയ്യുക, ഒരു വലിയ മാറ്റത്തിന് തയ്യാറാകുക. ആ മകൻ പോകത്തില്ലെന്ന് പറഞ്ഞെങ്കിലും അവന്റെ ഉള്ളിൽ അവന്റെ ഉള്ളത്തെ അവൻ മാറ്റുവാൻ തയ്യാറായി. അവന്റെ തീരുമാനത്തെ അവൻ മാറ്റുവാൻ തയ്യാറായി. മാറ്റമെന്ന് പറയുന്നത് വേദന നിറഞ്ഞതാണ്. മാറ്റമെന്ന് പറയുന്നത് വേദനിക്കുന്ന അനുഭവങ്ങളാണ്. സ്തോത്രം. ഒരു കഴുകനെ നമുക്കറിയാം. സ്തോത്രം. അവൻ 35 വയസ്സെത്തുമ്പോൾ സ്തോത്രം ആ കഴുകനൊരു മാറ്റത്തിന് തയ്യാറാകും. സ്തോത്രം. താനൊരു ഉയർന്ന പർവ്വതത്തിന്റെ മുകളിൽ, ഒരു പാറക്കെട്ടിന്റെ മുകളിൽ പോയിരിക്കും. ആ പാറക്കെട്ടിന്റെ മുകളിൽ പോയിരുന്ന് താൻ തന്നെ സ്വയമായിട്ട് തൻ്റെ തൂവലുകൾ, തൻ്റെ നഖങ്ങൾ, തൻ്റെ കൊക്കുകളെല്ലാം ഉരുമ്മി പറിച്ച് അതെല്ലാം കളഞ്ഞ് ശരീരത്തിൽ മുറിവേറ്റ് നീണ്ട വർഷങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കും. നീണ്ട നാളുകൾ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കും. സ്തോത്രം. ആമേൻ. ആ മാറ്റത്തിന് വേണ്ടി തയ്യാറായി കഴിയുമ്പോൾ അവന്റെ ശരീരത്തിൽ പുതിയ തൂവലുകൾ വരും, പുതിയ നഖങ്ങൾ വരും. സ്തോത്രം. പുതിയ കൊക്കുകൾ വരും. സ്തോത്രം. ഹല്ലേലൂയ. ആ വ്യക്തി അടുത്തൊരു കാലഘട്ടത്തിന് വേണ്ടി എഴുന്നേൽക്കും. അടുത്തൊരു 30 വർഷം, അടുത്തൊരു 40 വർഷം ജീവിക്കാനുള്ള ശക്തി അദ്ദേഹത്തിന്റെ മേൽ വരും. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ഈ തലമുറയിൽ സ്തോത്രം ഒരു മാറ്റത്തിന് തയ്യാറാകണം. ഒരു മാറ്റത്തിന് തയ്യാറായാൽ സ്തോത്രം ദൈവം നിനക്ക് പുതിയ ബന്ധങ്ങളെ തരാൻ പോവുകയാണ്. പുതിയ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. പുതിയ ഉറവകൾ തുറക്കാൻ പോവുകയാണ്. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വ്യക്തികളെ കണ്ടുമുട്ടാൻ പോവുകയാണ്. ഇതുവരെ തുറക്കപ്പെടാത്ത വാതിലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. അടുത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരാൻ പോവുകയാണെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. അസ്ഥി വന്ന് ചേർന്നതുപോലെ, ഞരമ്പുകൾ വന്ന് ചേർന്നതുപോലെ, തൊക്കുകൊണ്ട് പൊതിഞ്ഞതുപോലെ, ആയുധങ്ങൾ വന്നു ചേർന്ന ഒരു സൈന്യമായി തീർന്നതുപോലെ ഒരു മാറ്റത്തിന് തയ്യാറാകുന്ന വ്യക്തികളുടെ മേൽ പുതിയ ബന്ധങ്ങൾ, പുതിയ ഡോറുകൾ, പുതിയ ഉറവകൾ, പുതിയ നദികൾ, പുതിയ വാതിലുകൾ ദൈവം തുറന്നു വിടുകയാണ്. ദൈവം തുറന്നു വിടുകയാണ്. ഞാൻ ആത്മാവിൽ ഇത് പ്രഖ്യാപിക്കുമ്പോൾ ചിലരുടെ ലൈഫിൽ ചിലത് വന്ന് ചേരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കൈകളടിച്ചോ, വായികൾ തുറന്നു, അന്യഭാഷകൾ പറഞ്ഞ ദൂതിനെ ഏറ്റെടുത്ത് ൂടാരാബാല ശകരമഹസി അണ്ടൽ പൈഡിമിനി ഘടക ഉടവർത്തൽ പൈഡിമിനി ഘടക ശന്തൽ പൈഡിമിനി ഘടക ജനാദന. ഓ ജീസസ്. ഹല്ലേലൂയ. ദൈവം ചലിക്കുന്നതിനായ ഇഷ്ടം, ദൈവമഹത്വം ചലിക്കുന്നതിനായ ഇഷ്ടം. ഒരു പുതിയ കാലഘട്ടം തുറക്കുകയാണ്. ഒരു പുതിയ കാലഘട്ടം തുറക്കുകയാണ്. സ്തോത്രം. ഊടാരാബാലാബ. പ്രിയ അഭിഷക്തനോട് ദൈവം സംസാരിക്കുന്ന ഒരു പുതിയ സീസൺ തുറക്കാൻ പോവുകയാണ്. പുതിയ സീസൺ തുറക്കാൻ പോവുകയാണ്. ബിനു വർഗീസ് കർത്താവിന്റെ അഭിഷക്തനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പുതിയ കാലഘട്ടം തുറക്കാൻ പോവുകയാണ്. എല്ലാം പുതിയതായി തീരാൻ പോവുകയാണ്. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കേണ്ട. ഇതാ ദൈവം പുതിയത് ചെയ്യുന്നു. പുതിയ ഡോറുകൾ തുറക്കപ്പെടുന്നു. പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നു. ഒന്നാം കാവൽ തുറന്ന്, രണ്ടാം വാതിൽ തുറന്ന്, പ്രധാന ഡോറ് തുറന്നതുപോലെ ചില പ്രധാനപ്പെട്ട ഡോറുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഡോറുകളെ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് ഓപ്പൺ ആകുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാം പുതിയതായി വരട്ടെ. പുതിയ ഡോറുകൾ, പുതിയ ബന്ധങ്ങൾ, പുതിയ ഉറവകൾ, പുതിയ നദികൾ എല്ലാം ദൈവം തുറന്നു വിടുന്നതിനായി സ്തോത്രം. ആത്മാവിൽ അത് തുറക്കുന്നതിനായി സ്തുതിക്കുന്നു. ഉടാരാബാല ബധുന ഘടക ജനാദികൾ കമന ഘടക സന്തൽ പ്രൈഡിമിനി ഘടക. ആശായുടെ മേൽ ദൈവത്തിന്റെ വലിയ കൃപ ഇറങ്ങുന്നു. വലിയ താലന്തുകൾ ഇറങ്ങുന്നു. വലിയ ദൈവപ്രവൃത്തികൾ ഇറങ്ങുന്നു. വലിയ ഉറവകൾ തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ചിലതൊക്കെ വന്ന് ചേരുന്നു. ചിലതൊക്കെ വന്ന് ചേരുന്നു. ചിലതൊക്കെ വന്ന് ചേരുന്നു. അസ്ഥി വന്ന് ചേരുന്നു. മാംസം വന്ന് ചേരുന്നു.
തൊക്കുകൊണ്ട് പൊതിയുന്നു. ഒരു വലിയ സൈന്യമായി ദൈവം എഴുന്നേൽക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു കാലിന്റെ മേൽ വലിയൊരു വിടുതൽ കർത്താവ് അയക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കാലിന്റെ മേൽ ഒരു സൗഖ്യത്തെ ദൈവം അയക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു ഹീലിംഗ് നിന്റെ മകളുടെ മേൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അടവർത്തൽ വൈഡിബിക്കമന ഘടകജനാദന. നിനക്ക് രോഗശാന്തിയും ആരോഗ്യം നൽകുന്ന ദൈവം എൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യത്തെ ദൈവം തരുന്നു. ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. വ്യാപരിക്കട്ടെ കർത്താവേ. ഉടാരാബാല ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറാകുന്നു. സ്തോത്രം. എൻ്റെ ലൈഫിനകത്ത് ചിലപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, പറ്റത്തില്ല കർത്താവേ, പറ്റത്തില്ല, ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ ആ സമയത്ത് വീണ്ടും പ്രാർത്ഥനയിലോട്ട് കയറുമ്പോൾ നീണ്ട സമയങ്ങൾ പ്രാർത്ഥനയിലോട്ട് കയറും. സ്തോത്രം. ഒരു പ്രാവശ്യം ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. സ്തോത്രം. മെസ്സേജ് എടുക്കുമ്പോൾ തൃപ്തി കിട്ടുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ തൃപ്തി കിട്ടുന്നില്ല. സ്തോത്രം. അടുത്തൊരു തലം തുറക്കുന്നില്ല, ഒരു യന്ത്രം പോകുന്നത് പോലെ പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഞാനൊരു ദിവസം പ്രാർത്ഥനയ്ക്കാൻ വേണ്ടി ഈ ആലയത്തിൽ കയറി വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് പുതിയ ചിറകുകൾ ദൈവം നൽകി തന്നു, പുതിയ ബലം, പുതിയ ചൈതന്യം ദൈവം നൽകി തന്നു. സ്തോത്രം. ആമേൻ. നമ്മുടെ പ്രാർത്ഥന ലൈഫെല്ലാം ചേഞ്ച് ആകണം. ആഴമേറിയ പ്രാർത്ഥനകൾ, ആഴമേറിയ വചനധ്യാനങ്ങൾ. സ്തോത്രം. ഇതിലോട്ടൊക്കെ കയറുവാൻ പരിശുദ്ധാത്മാവിൽ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ, ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ഒരു അസാധാരണ തലം ദൈവം തുറക്കുകയാണ്. ആമേൻ. സ്തോത്രം. തിമോഥെയോസിനോട് പറയുന്നൊരു വാക്കുണ്ട്, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഈ ആജ്ഞ ഞാൻ നിനക്ക് തരികയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ ഉള്ള പ്രവചനങ്ങൾ വലുതാണ്. സ്തോത്രം. ആത്മീയ മകനോട് പറഞ്ഞ പ്രവചന ദൂതുകൾ ആത്മീയ പിതാവ് ഏറ്റെടുത്തിട്ട് പറയാണ്, നിന്നെക്കുറിച്ച് സ്തോത്രം കേട്ട പ്രവചനങ്ങൾ വലുതാണ്. സ്തോത്രം. എന്നാൽ ഒരു പ്രവചനം മാത്രമല്ല ഒരു വ്യക്തിയെ മാറ്റുന്ന. സ്തോത്രം. ഒരു പ്രവചനം കേൾക്കുമ്പോൾ ആ പ്രവചനം ഏറ്റവും അധികം ഏറ്റെടുക്കേണ്ടത് ആത്മീയ പിതാക്കന്മാരാണ്. സ്തോത്രം. പിതാക്കന്മാരാണ് ആ പ്രവചനത്തിലേക്ക് ആ വ്യക്തി എത്തിക്കുന്ന. സ്തോത്രം. ചില ചർച്ചകളിലൊക്കെ പ്രവാചകന്മാർ വന്ന് ദൂത് പറയും. സ്തോത്രം. ആ ദൂതിലേക്ക് എത്തിക്കുന്നത് ഒരു പാസ്റ്ററാണ്. രാമൻ പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ പാസ്റ്ററിന്റെ കൈക്കീഴിൽ തുടരുമ്പോഴാണ് ആ ദൂതുകൾ നിവർത്തിയാകുന്നത്. കൈകൾ ഉയർത്തി ദൈവത്തിന് ഒരു ആരാധന കൊടുത്താട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ. ഞാൻ ഒത്തിരി അഭിഷിക്തന്മാരുടെ കൂടെ നിൽക്കാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ആമേൻ. സ്തോത്രം. രാജേഷ് പാസ്റ്റർ കൂടെ ഞാൻ ഏകദേശം 7 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. സ്തോത്രം. ആമേൻ. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് എൻ്റെ ലൈഫിനകത്ത് വലിയ തിരിവുകൾ ഉണ്ടായി. സ്തോത്രം. ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവമനുഷ്യൻ, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമനുഷ്യൻ. സ്തോത്രം. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് എൻ്റെ ലൈഫിനകത്ത് ഒത്തിരി തിരിവുകൾ വന്നു. കൈകൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ. പല പ്രോഫസിയിലോട്ടും നമ്മെ കൈപിടിച്ച് കയറ്റിവിടും. പൗലോസ് തിമോഥെയോസിനെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം. നീ വിശ്വാസമുള്ളവനായിരിക്കണം, നല്ല മനസാക്ഷിയുള്ളവനായിരിക്കണം, യുദ്ധസേവ ചെയ്യണം. നിന്നെക്കുറിച്ചുള്ള പ്രവചനം പൂർത്തീകരിക്കാൻ വേണ്ടി ഇത് 3 ആവശ്യമാണ്. സ്തോത്രം. ലൈഫിനെ ഓർഡർ ചെയ്യണം, ജീവിതത്തെ ഓർഡർ ചെയ്യണം. വലിയൊരു ചലനം നമ്മിലൂടെ കർത്താവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ചേർന്ന ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തൊരു വചനം. സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 1-2 വചനങ്ങൾ നിങ്ങളെ ഒന്ന് കാണിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്ന. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-ാമത്തെ വാക്യം, 40 മുതലുള്ള വാക്യം. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോടുകൂടെ 1 നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ നീങ്ങിക്കൂടായെങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ വന്ന് അവർ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ട് അവരെ വിട്ട് 3-ാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവിൻ. സ്തോത്രം. ഓക്കെ. ഇവിടെ കർത്താവ് തൻ്റെ മിനിസ്ട്രിയുടെ ഒരു വലിയ ഘട്ടത്തിലോട്ട് കയറുകയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂർത്തീകരണമായ ദൈവപ്രവൃത്തിയിലോട്ട് കയറുകയാണ്. യേശു എപ്പോൾ മിനിസ്ട്രി തുടങ്ങിയാലും യേശുവിൻ്റെ മിനിസ്ട്രിയുടെ
തൊട്ടു മുമ്പ് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. സ്തോത്രം. ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് നീണ്ട പ്രവാചകന്മാരിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക നമുക്ക് കാണാൻ പറ്റും. പല പ്രവാചകന്മാരിലൂടെ അരുളപ്പാട് പറയുന്നു. യേശു കർത്താവ് ഒരു ഹീലിംഗിന്റെ മിനിസ്ട്രി, ഒരു സൗഖ്യത്തിന്റെ, വിടുതലിന്റെ മിനിസ്ട്രി തുടങ്ങുന്നതിന് മുമ്പ് യേശു കർത്താവ് ദൈവാലയത്തിൽ കയറി വന്നിട്ട് പറഞ്ഞു, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാനും കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാനും പീഡിതരെ സ്വതന്ത്രരായി വിട്ടയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കാനും ദൈവം എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ദൈവാലയത്തിൽ നിന്ന് പ്രഖ്യാപിച്ചു. സ്തോത്രം. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ എപ്പോഴും ചിന്തിച്ചോണം. സ്തോത്രം. നമ്മുടെ ലൈഫിനകത്ത് നാം അടുത്ത് ചെയ്യാൻ പോകുന്നത് പ്രഖ്യാപിച്ചു തുടങ്ങിക്കോണം. പ്രൈസ് ഗോഡ്. അത് പറഞ്ഞു തുടങ്ങണം. പറഞ്ഞു തുടങ്ങാതെ ഒരു കാര്യവും റിലീസ് ആകത്തില്ല. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. അതിനുശേഷം കർത്താവ് തൻ്റെ മിനിസ്ട്രിയുടെ പൂർത്തീകരണത്തിൽ താൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറയാൻ തുടങ്ങി, ഞാൻ മരിക്കും, അടക്കപ്പെടും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഞാൻ മരിക്കും, അടക്കപ്പെടും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. ആ മിനിസ്ട്രിയുടെ ഏറ്റവും പ്രധാന സ്ഥലത്തിലോട്ട് എത്തുമ്പോൾ കർത്താവ് ഒരു വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ്. ആമേൻ. അവിടെ കർത്താവ് ഒരു നീണ്ട പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. ആ പ്രാർത്ഥനയിൽ തൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ആരുമില്ല. താൻ പ്രതീക്ഷിച്ച പലരും, പത്രോസ് പോലും മാറിക്കടന്ന് ഉറങ്ങുകയാണ്. സ്തോത്രം. ആ സ്ട്രഗിൾ, ആ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും മാറ്റണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കണം. ഇതേ വചനങ്ങൾ തുടർമാനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. വലിയൊരു സമ്മർദ്ദം ഏറ്റെടുക്കാൻ പോവുകയാണ്. വലിയൊരു പദ്ധതി ഏറ്റെടുക്കാൻ പോവുകയാണ്. സ്തോത്രം. യേശു കർത്താവ് തന്റെ ലൈഫിൽ എപ്പോഴും പിതാവാം ദൈവത്തെ അപ്പാ എന്നേ വിളിച്ചിട്ടുള്ളൂ, പിതാവേ എന്നേ വിളിച്ചിട്ടുള്ളൂ. ഈ ലോകത്തിന്റെ പാപം ഏറ്റെടുക്കുമ്പോൾ ആ പിതാവേ എന്നുള്ള വിളി മാറി ദൈവമേ എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് വരും. അത് യേശുവിന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സ്തോത്രം. കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറിപ്പോകണം എന്ന് പറഞ്ഞ് തനിക്ക് ആഗ്രഹമുണ്ട്. താൻ ആ പിതൃത്വത്തിൽ നിന്നൊരിക്കലും മാറാൻ ആഗ്രഹിക്കുന്നില്ല. ആ പിതൃത്വ ബന്ധത്തിൽ നിന്നൊരിക്കലും നീങ്ങാൻ പറ്റുന്നില്ല. അത് തനിക്ക് ഭയങ്കര ഭാരമുള്ളൊരു കാര്യമാണ്. സ്തോത്രം. ആമേൻ. ലോകത്തിന്റെ പാപം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തൻ്റെ പേരുള്ള ദൗത്യമാണ്. സ്തോത്രം. എന്നാൽ ആ പിതൃത്വത്തിൽ നിന്ന് നീങ്ങുക എന്ന് തനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും അതിനുവേണ്ടി സമർപ്പിക്കുകയാണ്, വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. 3 വട്ടം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. സ്തോത്രം. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ അവനെ ശക്തീകരിക്കുവാൻ വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി വന്നു. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലേ? ചില പ്രതിസന്ധികളെ നിങ്ങൾ നേരിടുകയാണോ? ദൈവ ഇഷ്ടത്തെ പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ദൈവ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്ത് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. നമ്മെ ശക്തീകരിക്കുന്ന ചില ദൂതന്മാർ ഇറങ്ങി വരും. നമ്മെ ബലപ്പെടുത്തുന്ന ചില ദൂതന്മാർ ഇറങ്ങി വരും. നമ്മെ ധൈര്യപ്പെടുത്തുന്ന ചില ദൂതന്മാർ ഇറങ്ങി വരും. ഞാൻ ആത്മാവിൽ ഇന്ന് പ്രവചിക്കുകയാണ്, ഇടവഴിയിൽ ക്ഷീണിച്ചു പോയ ചിലരുടെ ലൈഫിനകത്ത്, മുന്നോട്ട് കയറാൻ പറ്റാതെ നിൽക്കുന്ന ചിലരുടെ ലൈഫിനകത്ത് ശക്തീകരിക്കുന്ന, കരുത്ത് നൽകുന്ന, മുന്നോട്ടോടിക്കയറാനുള്ള വേഗത തരുന്ന ചില ഏഞ്ചലിക് റലങ്ങളെ പരിശുദ്ധാത്മാവ് തുറന്നു വിടുകയാണ്. ഏറ്റെടുത്ത ആത്മാവിൽ ആ ദൂതനെ ഒന്ന് സ്വീകരിച്ച് 1-2 മിനിറ്റുകൾ അന്യഭാഷകളിൽ സംസാരിച്ച് പ്രാർത്ഥിച്ചാട്ട് ചില ദൂതന്മാർ ചില വ്യക്തികളുമായി കണക്ട് ചെയ്യാൻ പോവുകയാണ്. പാതി വഴിയിൽ ചൂരച്ചെടിയുടെ തണൽ കിടന്ന ഏലിയാവിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങിയതുപോലെ, സ്തോത്രം, ഹല്ലേലൂയ,
അറയിൽ കിടന്ന് മുന്നോട്ട് പോകാൻ പറ്റാതെ കിടന്ന പത്രോസിന്റെ ഉള്ളറയ്ക്കകത്ത് ദൈവദൂതൻ ഇറങ്ങിയതുപോലെ ചില ഏഞ്ചലിക്ക് റലങ്ങൾ ദൈവം തുറക്കുകയാണ്. അടാര ഷകാര ജനാദികൾ കമനഘടക സദനാദനാദന. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ചില ദൂതന്മാർ ചില വീടുകളിൽ ഇറങ്ങട്ടെ. ചില ദൂതന്മാർ ചില വീടുകളിൽ ചലിക്കട്ടെ. ചില ദൂതന്മാർ ചില വീടുകൾക്കകത്ത് ഇറങ്ങട്ടെ. ചില തലമുറകൾക്ക് മേൽ ഇറങ്ങട്ടെ. അടാരപകതുനി ഘടകസന്തൽ വൈഡിമിനി ഘടക അൽപ്രഭാന ഘടക സൈക്കിൾ പൈഡിമിനി ഘടക ജനാദന. മുന്നോട്ട് ചലിക്കാൻ പറ്റാത്ത ചില വിഷയത്തിനകത്ത് ദൂതന്മാർ ഇറങ്ങട്ടെ. ദൂതന്മാർ ഇറങ്ങട്ടെ. ദൂതന്മാർ ഇറങ്ങട്ടെ. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു. ആത്മാവിൽ പ്രാർത്ഥിച്ചു. വീണ്ടും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും സ്തോത്രം. ഒരിടത്തും എത്താൻ പറ്റിയില്ല. കാലുകൾ ക്ഷീണിച്ചിരിക്കുന്നു, മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നു. മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ സ്തോത്രം ദൂതന്മാർ ഇറങ്ങുകയാണ്. നിന്നെ തേടി ചില വാക്തത്വങ്ങളുമായി ചില കനലടകളുമായി ചില ദൂതന്മാർ ഇറങ്ങുകയാണ്. വാക്കിന്റെ മുമ്പിലോ സ്തോത്രം ജീവിതത്തിനകത്ത് ഫിനാൻഷ്യൽ മേഖലയിൽ തകർന്നോ ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ചില വ്യക്തികളുടെ ലൈഫിൽ ദൈവത്തിന്റെ കടന്നുകയറ്റം, ദൈവത്തിന്റെ ദൂതന്മാരുടെ കടന്നുകയറ്റം ഈ പകൽ സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ അത് തുറക്കട്ടെ തുറക്കട്ടെ തുറക്കട്ടെ. ഊടാരാബാല ഷാഗാരാബഹസി അന്തരബഹോഷിയ ലഹസ്മനാദികൾ കവന ഘടകജനാദന. ആത്മാവിൽ എഴുന്നേൽക്കുക. ദൂതനിറങ്ങി ശക്തീകരിക്കുന്നു. സ്തോത്രം. ദൂതനിറങ്ങി ശക്തീകരിക്കുന്നു. സ്തോത്രം. ആമേൻ. പരിശുദ്ധാത്മാവിൽ പറയുന്നു, ചില എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ചില ഉൾമുറിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ആമേൻ. ദൂതൻ ഇറങ്ങി വന്ന് ശക്തീകരിച്ചു കഴിഞ്ഞപ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, എങ്കിലും ദൈവകൃപയാൽ നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ. ആമേൻ. ആ വാക്ക് കണ്ടോ? മരണം ആസ്വദിക്കുവാൻ. സ്തോത്രം. ലോകത്തിലാരും മരണം ആസ്വദിച്ചിട്ടില്ല. സ്തോത്രം. ആമേൻ. പക്ഷെ ദൈവശക്തി, ദൈവദൂതന്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ യേശുവിന് മരണം ഒരു കഠിനമായി മാറിയില്ല. മരണത്തെ യേശു ആസ്വദിക്കുവാൻ തുടങ്ങി. കൈകൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്നുള്ള ചിലതൊക്കെ നിനക്ക് ആസ്വാദ്യമായി മാറാൻ പോവുകയാണ്. നിന്റെ തലമുറകൾ നിനക്ക് ആസ്വാദ്യമായി മാറാൻ പോവുകയാണ്. എത്ര പേര് ആത്മാവിൽ ഏറ്റെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചിലതൊക്കെ നിനക്ക് മധുരമായി മാറാൻ പോവുകയാണ്. ചിലതൊക്കെ നിനക്ക് ആനന്ദമായി മാറാൻ പോവുകയാണ്. കയ്പുള്ള വെള്ളം മധുരമായി മാറിയതുപോലെ ചില വ്യക്തികളുടെ കയ്പുകൾ മാറി മധുരമായി മാറാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് കഴിക്കുന്ന പല വ്യക്തികളും നാളത്തെ മധുരമായി മാറാൻ പോവുക. ഇത് നിന്റെ കുടുംബത്തോടുള്ള ദൂതാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയോടുള്ള ദൂതാണ്. ചില കഴിച്ചിരിക്കുന്ന ചില തലമുറകൾ മധുരമായി മാറുകയാണ്. ഈ ദൂത് ചില വീടുകളിൽ ഇറങ്ങുന്നു, ചില വ്യക്തികളിൽ ഇറങ്ങി ഈ ദൂത് വിടുവിക്കുന്നു. ഉടാരാബാലാദാന. ഇന്നലെ വരെ ചില വ്യക്തികൾ നിനക്ക് കയ്പായിരുന്നു. ഇന്നലെ വരെ ചില വ്യക്തികൾ നിന്നെ തള്ളി മാറ്റി. ഇന്നലെ വരെ ചില വ്യക്തികൾ നിന്നെ ഉന്തി മാറ്റിയെങ്കിൽ ആ വ്യക്തി നിന്നെ ചേർത്ത് പിടിക്കാൻ പോവുകയാണ്. ആ വ്യക്തി നിനക്ക് മധുരമായി തീരാൻ പോവുകയാണ്. ആ വ്യക്തി നിനക്ക് ആശ്വാസമായി മാറാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് ദൈവാലോചന കൈമാറുകയാണ്. ചില മാതാക്കളോട് ദൈവാലോചന കൈമാറുകയാണ്. ചില പിതാക്കന്മാരോട് ദൈവാലോചന കൈമാറുകയാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജോസഫ് നിനക്ക് ആശ്വാസമായി മാറാൻ പോവുകയാണ്. കൈകൾ അടിച്ച് വായികൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ, തകർന്നുപോയെന്ന് കരുതിയ ജോസഫ് ഒരു വലിയ വൃക്ഷമായി നിനക്കൊരു ആശ്വാസമായി മാറാൻ പോവുകയാണെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. ഈ ദൂത് കഴിയുമ്പോൾ നിന്റെ തലമുറയുടെ സ്വഭാവത്തിനും ചിന്താഗതികൾക്കും മാറ്റമുണ്ടാകുമെന്ന് ദൈവം എനിക്ക് ഉറപ്പു തരുന്നു. ഏറ്റെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശകലവയുടെ പ്രൗഢിമിനെ കണ്ടക ആസ്വാദ്യമായി മാറുകയാണ്. ആമേൻ. ആസ്വാദ്യമായിട്ട് മാറുകയാണ്. യേശുവിന് മരണം ആസ്വദിച്ചെന്നാ പറയുന്നത്. യേശു ആ ദൗത്യം പൂർത്തീകരിച്ചു. ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ പദ്ധതി പൂർത്തീകരിച്ചു.
ഒരു വചനം കൂടെ പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പ്രൈസ് ഗോഡ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഒന്ന് എടുക്കാം. പുസ്തകം 21-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 21. ജീസസ്. അതിന്റെ 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞെന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ചുകൂടായികയാൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞവർ മിണ്ടാതിരുന്നു. പൗലോസിന്റെ മുമ്പിൽ ജനം, സഭാ ദൈവമക്കൾ വന്നു നിന്നിട്ട് പറയുകയാണ്, സ്തോത്രം, ഇവിടുന്ന് പോകരുത്. കാരണം പൗലോസിനെ കുറിച്ചൊരു ദൂത് വന്നു. അഗബോസ് എന്ന് പറയുന്ന പ്രവാചകൻ പൗലോസിന്റെ അരക്കച്ചയെടുത്ത് കെട്ടി പ്രവചിച്ച് ഈ മനുഷ്യനെ യെരുശലേമിൽ ബന്ധിക്കപ്പെടും എന്ന് പ്രവചിച്ചു. അതുകൊണ്ട് ദൈവമക്കൾ പൗലോസിന്റെ മുമ്പിൽ വന്ന് മതിൽ പോലെ നിൽക്കുകയാണ്. പോകാൻ പറ്റത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ വിടത്തില്ല, സ്തോത്രം എന്ന് പറഞ്ഞ് തടസ്സം വന്ന് നിൽക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്കൊരു വിഷൻ നൽകിയപ്പോൾ ഞാനൊരു ചർച്ചിൽ നിൽക്കുന്ന സമയത്താണ് ദൈവം ഒരു വിഷൻ എനിക്ക് തരുന്നത്, സ്തോത്രം. അപ്പം അന്ന് ഞാൻ നിൽക്കുന്ന ചർച്ചിലെ ദൈവമക്കളൊക്കെ വന്ന് പറഞ്ഞു, പാസ്റ്റർ പോകാൻ പറ്റത്തില്ല. പക്ഷെ ഞാനന്ന്, എനിക്കും ഹൃദയത്തിന് ഭയങ്കര വേദനയായിരുന്നു അവരെ വിട്ടുപോരുന്നത്. പക്ഷെ അന്ന് ദർശനം അത് പൊട്ടിച്ച് ആ ദർശനത്തിന് വേണ്ടി ഇറങ്ങി. അന്ന് അവിടുന്ന് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിനകത്തൊരു ചലനം ഉണ്ടാകത്തില്ലായിരുന്നു, സ്തോത്രം. ആമേൻ. ചില ബന്ധങ്ങൾ നമ്മളെ ചില സ്ഥലത്ത് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. പൗലോസിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സംഘർഷം വന്ന് നിൽക്കുകയാണ്. ദൈവമക്കൾ വന്ന് മുമ്പിലോട്ട് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ വിടത്തില്ല. പൗലോസ് പറയാണ്, കർത്താവായ യേശുവിന് വേണ്ടി ബന്ധിക്കപ്പെടാൻ വേണ്ടിയല്ല, മരിക്കാനും ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവര് ചുറ്റും നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്താണെങ്കിലും ഞങ്ങൾ വിടത്തില്ല. ലാസ്റ്റ് അവർക്ക് മനസ്സിലായി പൗലോസിനെ സമ്മതിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. അപ്പൊ ദൈവ ഇഷ്ടത്തിന്റെ പൂർണ്ണത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ആർക്കും പിന്തിരിപ്പിക്കാൻ പറ്റാത്തൊരു മനോഭാവത്തിന്റെ ഉടമയായി മാറണം. കൈകൾ ഉയർത്തി ദൈവത്തിന് ഒരു ആരാധന കൊടുത്താണ്. പ്രൈസ് ഗോഡ്. നോക്കിയേ, പല മേഖലകളിൽ നമ്മളെ പിടിച്ചു നിർത്താൻ നോക്കും. ചില ദേഹി ബന്ധങ്ങൾ നമ്മളെ പിടിച്ചു നിർത്താൻ നോക്കും. പത്രോസ് യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നത് കണ്ടോ, കർത്താവ് നിനക്കങ്ങനെ എന്ത് ചെയ്യരുത്, ഭവിക്കരുത്. പത്രോസിനെ യേശു ശാസിച്ചു, പോ സാത്താനെ എന്ന് പറഞ്ഞ് യേശു ദൈവത്വത്തിലോട്ട് കയറിയത്. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മുടെ ലൈഫിനകത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മെ തടഞ്ഞിടാൻ പല വ്യക്തികളെ പൈശാചിക ലോകം ഉപയോഗിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ പൗലോസിനെ സമ്മതിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ ഉള്ള വ്യക്തിയായിരുന്നു പൗലോസ്. കൈകൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു നിലപാടുള്ള വ്യക്തിയായിരുന്നു പൗലോസ്. അവനെ സമ്മതിപ്പിച്ച് കൂടാൻ പറ്റാത്തത് കൊണ്ട് സഭ പറയുകയാണ്, എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. സ്തോത്രം. അപ്പൊ ആരുടെ ഇഷ്ടത്തിന് വിരോധമായിട്ട് അവർ നിന്ന്? ദൈവപദ്ധതിക്ക് വിരോധമായിട്ട് അവർ നിന്ന്. സ്തോത്രം. ആമേൻ. സ്തോത്രം. സ്ട്രോങ് നിലപാട്. നിന്നെ സമ്മതിപ്പിക്കാൻ പറ്റരുത്, ഒരു സാഹചര്യത്തിലും സമ്മതിപ്പിക്കാൻ പറ്റരുത്. എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും? സ്ട്രോങ് ഡിസിഷൻ ഉള്ള ഒരു വ്യക്തിയിലൂടെ മാത്രമേ ദൈവഹിതത്തിന്റെ പൂർണ്ണത തുറന്നു വരത്തുള്ളൂ. ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറഞ്ഞ് ആ ദൂതിനെ ഒന്ന് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് ഈ ദൂത് പറയുമ്പോൾ ചിലരുടെ അകത്ത് ചില ചലനങ്ങൾ നടക്കണം. ചിലരുടെ അകത്ത് സ്തോത്രം ഒരു എഴുന്നേൽപ്പുണ്ടാകണം, ഒരു സ്ട്രോങ് നിലപാടിൽ നിൽക്കണം. സ്തോത്രം. രൂത്ത് പറഞ്ഞതുപോലെ, നിന്റെ ദൈവം എന്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാൻ പോകും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു നിലപാട്. എത്ര പേര് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും?
യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ദേവന്മാരുടെ അടുക്കലേക്കോ മിസ്രൈമിലേക്കോ തിരിച്ചു പോകാം, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. സ്തോത്രം, ഹല്ലേലൂയ. രാജാവേ തീ, സ്തോത്രം, ഹല്ലേലൂയ. രാജാവേ സ്തോത്രം, എന്തൊക്കെ സംഭവിച്ചാലും, തീ ഞങ്ങളെ ദഹിപ്പിച്ചാലും, സ്തോത്രം, എത്ര പ്രതികൂലമുണ്ടെങ്കിലും ഞങ്ങൾ നിന്റെ ബിംബത്തിന്റെ മുമ്പിൽ നമസ്കരിക്കത്തില്ല എന്ന് പറയുന്ന നിലപാടുകൾ. പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഈ കൂടെ നിൽക്കുന്ന ആരും വലയിറക്കാൻ തയ്യാറായില്ലെങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ കർത്താവേ. എനിക്ക് ഒറ്റയ്ക്ക് അതിറക്കാൻ പറ്റത്തില്ലെങ്കിലും ചുരുട്ടിയാണെങ്കിലും ഈ കടലിൽ ഞാൻ വലയിറങ്ങാൻ തയ്യാറാകുകയാണ് കർത്താവേ എന്ന് പറയുന്നൊരു നിലപാട് യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. ഹല്ലേലൂയ. ഉടാരാബാല ശകന ഘടക ജഗൽ പൈനിമിനി ഘടക. ഒന്ന് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവഹിതത്തിന്റെ പൂർണ്ണതയിലോട്ട് ചിലർ കയറട്ടെ. ദൈവവക്തതയുടെ പൂർണ്ണതയിലോട്ട് ചിലർ കയറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഉടാരാബാലാബാദാന. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവിൽ ഈ ദൂതുകൾ പറയുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, സമ്മതിച്ചു കൊടുക്കാത്തൊരു മനോഭാവം, വിട്ടുകൊടുക്കാത്തൊരു തീരുമാനം നമ്മുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹുടാരാബാല. ദൈവ ഇഷ്ടത്തിന്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ രോഗബന്ധനത്തെ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ച് ക്യാൻസൽ ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഉടാരാബാലാബാദുന ഉടാരാബാല ഘടക ദുരിവിനി ഘടക തുരബലബടബലബടബലബടബ. ദൈവഹിതത്തിലേക്ക് എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില രോഗബന്ധനങ്ങൾ, ചില ഹാർട്ട് അറ്റാക്കുകൾ, ചില ബ്ലോക്കുകൾ പരിശുദ്ധാത്മാവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നെന്ന് ആത്മാവ് ഇടപെടുന്നു. സ്തോത്രം. ഉടാരാബാല ഘടക ദുനി ഘടക. പ്രാർത്ഥിക്കാൻ പറ്റാതെ ചില രോഗങ്ങൾ, ചില മന്ദതകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. തട്ടല്ലുകൾ സുഖമാകുന്നു, തട്ടലിന്റെ കണ്ണികൾ നേരെയാകുന്നു, കാലുകൾ സുഖമാകുന്നു, കൈകൾ സുഖമാകുന്നു, മനസ്സിന്റെ മേൽ ദൈവചൈതന്യം വരുന്നു, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരുന്നു, കിഡ്നി രോഗങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കുന്നു, അൾസറുകൾ ദൈവാത്മാവ് സൗഖ്യമാക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉടാരാബ. ഡയാലിസ് സംബന്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് ഹീലാക്കുന്നു. ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ദൈവഹിതത്തിന്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് തടസ്സമായി ഭാരമേറ്റതിലൂടെ, നിരാശയേറ്റതിലൂടെ ശരീരത്തിൽ വന്ന ചില രോഗബന്ധനങ്ങളെ ദൈവാത്മാവ് പൊട്ടിക്കട്ടെ. കൂടാരാബാലാബ ദുരവന ഘടകജനാദന. ചില പെടലിയുടെ വേദനകളെ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവെ, ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ കൂട്ടായ്മയെ സമർപ്പിക്കുന്നതാണ്, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് സമർപ്പിക്കുന്നു. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം, വലിയ പദ്ധതികൾക്കായി സ്തോത്രം. ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. 85 പേർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൂത് അവരെ തൊട്ട് അവരെ മുൻപോട്ട് ചലിപ്പിക്കണം കർത്താവ്, ചലിപ്പിക്കണം കർത്താവ്, ചലിപ്പിക്കണം കർത്താവ്. ഹല്ലേലൂയ. ബിസിനസ് സംബന്ധമായ ചില വിഷയങ്ങൾക്ക് ദൈവം വിടുതലയക്കുന്നതിനായി സ്തോത്രം കർത്താവ്. ആത്മാവിൽ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ദർശനത്തെ മുന്നോട്ട് കൊണ്ടുവന്ന ദൈവ മനുഷ്യന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുന്നോട്ട് പോകാനുള്ള ഭയങ്കര ശക്തി ദൈവം അയക്കുന്നതിനായി സ്തുതിക്കുന്ന കർത്താവ്. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനെ സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.